ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ പി ബാലചന്ദ്രൻ എംഎൽഎക്കെതിരെ അച്ചടക്ക നടപടിയുമായി സിപിഐ. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ എംഎൽഎ പരസ്യമായി ശാസിക്കാൻ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം. തൃശൂർ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറിക്കെതിരെ മുഖ്യമന്ത്രിക്ക് മേയറുടെ പരാതി. സെക്രട്ടറിക്കെതിരെ അച്ചടക്ക ലംഘനത്തിന് നടപടിയെടുക്കണമെന്ന് മേയർ. വിയൂരിൽ തർക്കത്തിനിടയിൽ കല്ലുകൊണ്ട് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ടിസിവിക്ക് ലഭിച്ചു. കീഴാറ്റുമുഖം 9-ാം ബ്ലോക്കിൽ സെപ്റ്റി ടാങ്കിൽ വീണ ആനക്കുട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി. 3 മാസം പ്രായമുള്ള ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കന് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പുന്നിയൂർ എടക്കര സ്വദേശി കുഞ്ഞു മുഹമ്മദിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന KSEBL നയത്തിൽ പ്രതിഷേധിച്ച് സിഒഎ കരിദിനം ആചരിച്ചു. കരിദിനാചരണത്തിന്റെ ഭാഗമായി KSEB ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പി ബാലചന്ദ്രൻ എംഎൽഎക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് സിപിഐ ജില്ലാ കമ്മിറ്റി. ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി നിലപാടുകൾക്ക് യോജിക്കാത്തതെന്ന് യോഗം വിലയിരുത്തി. ബാലചന്ദ്രന്റേത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പരസ്യമായി ശാസിക്കാൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. എംഎൽഎ ഖേദപ്രകടനം നടത്തിയെങ്കിലും ഉത്തരവാദിത്തം മറന്നു പ്രവർത്തിച്ചതായി പാർട്ടി വിലയിരുത്തി. വിശ്വാസ പ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും പാർട്ടി വിലമതിക്കുന്നതായി സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് പ്രസ്താവനയിൽ പറഞ്ഞു. മുതിർന്ന നേതാക്കളായ KP രാജേന്ദ്രൻ, CN ജയദേവൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. BS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറിക്കെതിരെ മേയർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അഡീഷണൽ സെക്രട്ടറി ലതേഷ് കുമാർ തന്നെ ബഹുമാനിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. കോർപ്പറേഷന്റെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ സെക്രട്ടറി പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്നതായി മേയർ പരാതിയിൽ ചൂണ്ടിക്കാട്ടി. നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് നിഷേധാത്മക നിലപാടാണ് ഉണ്ടായത്. തുടർന്ന് സെക്രട്ടറിയുടെ ഓഫീസിൽ നേരിട്ട് പോയ തന്നോട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. സെക്രട്ടറിയുടെ അച്ചടക്ക ലംഘനത്തിനെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്ന് മേയർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. വിയൂരിൽ തർക്കത്തിനിടെ കല്ലുകൊണ്ട് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. വിയൂർ മൂശാരിപ്പറമ്പിൽ വീട്ടിൽ നാരായണൻ ആചാര്യയുടെ മകൻ 53 വയസ്സുള്ള മധുവാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. 2 പേർ തമ്മിൽ നടന്ന അടിപിടിയിൽ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച മധുവിനെ നിലത്ത് തള്ളിയിട്ട ശേഷം കല്ലുകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ മധുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ വിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏഴാറ്റുമുഖം 9-ാം ബ്ലോക്കിൽ സെപ്റ്റി ടാങ്കിൽ വീണ ആനക്കുട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി. ഏകദേശം 3 മാസം പ്രായമുള്ള ആനക്കുട്ടിയാണ് തൊഴിലാളികൾ സെപ്റ്റി ടാങ്കിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി വലയിൽ കുരുക്കി കുഴിയിൽ നിന്നും ആനയെ 3 മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുറത്തെടുത്തു. 3 ദിവസം മുൻപ് ആനക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിരുന്നുവെങ്കിലും ആരും ഇവിടേക്ക് പോയിരുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സിന്റെ സെപ്റ്റി ടാങ്കിലാണ് ആനക്കുട്ടി വീണത്. അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയ കുട്ടിയാനയെ വെറ്ററിനറി ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം കാട്ടിലേക്ക് തിരിച്ചയച്ചു. സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 65-കാരന് ഇരട്ട ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുന്നിയൂർ എടക്കര ഉദയംതിരുത്തി വീട്ടിൽ കുഞ്ഞു മുഹമ്മദിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി S. ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. 2016-ലാണ് കേസിനാസ്പദമായ സംഭവം. 9 വയസ്സുകാരിയായ പെൺകുട്ടി സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് വീട്ടിൽ വിളിച്ചുവരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS. ബിനോയ്, അനുഷ, രഞ്ജിക K. ചന്ദ്രൻ എന്നിവർ കോടതിയിൽ ഹാജരായി. സംസ്ഥാന വൈദ്യുതി ബോർഡ് നിലപാടിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കരിദിനാചരണം. വൈദ്യുതി ബോർഡ് ഓഫീസുകൾക്ക് മുൻപിൽ COA പ്രതിഷേധം സംഘടിപ്പിച്ചു. കേബിൾ TV ബ്രോഡ്ബാൻഡ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചുമാറ്റുമെന്ന വൈദ്യുതി ബോർഡിലെ ചില ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിനെതിരെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയത്. വൈദ്യുതി ബോർഡിന്റെ ഈ നിലപാട് കേരള വിഷൻ അടക്കമുള്ള സംസ്ഥാനത്തെ ചെറുകിട കേബിൾ TV ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് ജിയോ പോലെയുള്ള ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുന്നതിനാണെന്ന് COA കുറ്റപ്പെടുത്തി. 17 രൂപയായി നിശ്ചയിച്ചിരുന്ന വാടക വർഷം തോറും വർദ്ധിപ്പിച്ച്
450 രൂപയ്ക്ക് മുകളിൽ എത്തിയിരുന്നു. ഇത് സിഒഎയുടെ ഇടപെടലോടെ സർക്കാർ സബ് കമ്മിറ്റിയെ നിയോഗിച്ച് പഠിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളിൽ 300 രൂപയും ഗ്രാമങ്ങളിൽ 145 രൂപയുമായി പുനർനിശ്ചയിക്കുകയും വാർഷിക വർധനവ് 3% കുറയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബ്രോഡ്ബാൻഡ് സർവീസിന്റെ പേരിൽ ഈ തീരുമാനം അട്ടിമറിച്ചാണ് പഴയ നിരക്ക് ഈടാക്കാൻ വൈദ്യുതി ബോർഡ് തയ്യാറെടുക്കുന്നത്. ഇത് നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ TV, ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുന്ന സ്ഥിതിയാകും. ഇതുവഴി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് മേഖല കൈയടക്കാൻ ബോർഡ് സഹായം ചെയ്യുകയാണെന്ന് സിഒഎ ആരോപിച്ചു. ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് സിഒഎയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് കരിദിനാചരണവും ജില്ലകൾ കേന്ദ്രീകരിച്ച് വൈദ്യുതി ബോർഡ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചത്. TCV തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കരിദിനാചരണത്തിന്റെ ഭാഗമായി വിയൂർ വൈദ്യുതി ബോർഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സിഒഎ തൃശൂർ ടൗൺ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡേവിസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാൻ കേരളത്തിലെ ചെറുകിട കേബിൾ TV ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കുവാനുള്ള നിലപാടിൽ നിന്ന് വൈദ്യുതി ബോർഡ് പിന്മാറണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാള മേഖലാ കമ്മിറ്റി KSCB ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. സിഒഎ ജില്ലാ സെക്രട്ടറി P. ആന്റണി ധർണ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PS. സുബിതൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CP. പ്രദീപ്, മാള കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് മേഖലയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരിദിനം ആചരിച്ചു. അമ്മാടം, ചേർപ്പ് വൈദ്യുതി ഓഫീസുകൾക്ക് മുൻപിൽ ഓപ്പറേറ്റർമാർ പ്രതിഷേധ സമരം നടത്തി. റൂസ്വെൽറ്റ് റാഫേൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ചേർപ്പ് മേഖലാ സെക്രട്ടറി PV. ജോഷി അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റൽ വിഷൻ ചെയർമാൻ PV. രവി, നെറ്റ് വിഷൻ ചെയർമാൻ KG. രാധാകൃഷ്ണൻ, മേഖലാ ട്രഷറർ KG. സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഗുരുവായൂർ കേച്ചേരി മേഖലയിലെ ഓപ്പറേറ്റർമാർ സംയുക്തമായി കരിദിനം ആചരിച്ചു. പറപ്പൂർ KSCB ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധത്തിൽ ഓപ്പറേറ്റർമാരായ K. രാജൻ, അജോ പറപ്പൂർ, രമേശ്, അരവിന്ദാക്ഷൻ, ഗോപിനാഥൻ, മണികണ്ഠൻ, ശിവദാസൻ, അനിൽ, മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. KSCBL നയത്തിനെതിരെ സിഒഎ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി കരിദിനം ആചരിച്ചു. വടക്കാഞ്ചേരി KSCB ഓഫീസിന് മുൻപിൽ നടന്ന യോഗം സിഒഎ മേഖലാ പ്രസിഡന്റ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. രാജേഷ്, മനോജ്, വെങ്കടേശ്വരൻ, VP. മധു, സിജാദ് എന്നിവർ സംസാരിച്ചു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവന്ന് 3 മാസം കഴിഞ്ഞിട്ടും പ്രതികൾ സുരക്ഷിതരെന്ന് ആരോപണം. സംസ്ഥാന പോലീസ് പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര രംഗത്തെത്തി. പ്രതികളെ പിടികൂടണമെന്ന് ED പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടിയുണ്ടായില്ലെന്ന് അനിൽ അക്കര പറഞ്ഞു. മണി ചെയിൻ മാതൃകയിൽ സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ചേർപ്പ് സ്വദേശി പ്രതാപനും ഭാര്യ ശ്രീനയും സഹായി ശരൺ കടവത്തും 1,83,00,000 ഐഡികളിൽ നിന്നായി 2,000 കോടിയിലേറെ തട്ടിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക നിഗമനം. അതിനിടെ കഴിഞ്ഞ മാസം 7-ാം തീയതി തൃശൂർ ജില്ലാ കളക്ടർ ബഡ്സ് ആക്ട് പ്രകാരം സ്വത്തുക്കൾ ജപ്തി ചെയ്യുവാനുള്ള ഉത്തരവിട്ടിട്ടും 27-ാം തീയതി വരെ ഹൈറിച്ച് കമ്പനി നിയമത്തെ വെല്ലുവിളിച്ച് നിക്ഷേപകരിൽ നിന്ന് പണം പിരിച്ചതായും ആരോപണമുണ്ട്. അതേസമയം കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏനമാവ് തെക്കേ കോഞ്ചിറ കോൾപ്പടവിലെ നെൽ കർഷകർക്ക് കണ്ണീർ കൊയ്ത്ത്. വെങ്കടങ്ങ് പഞ്ചായത്തിലെ 150 ഏക്കർ വിസ്തൃതിയുള്ള തെക്കേ കോഞ്ചിറ കോൾപ്പടവിലെ നെൽകർഷകരാണ് പ്രതിസന്ധിയിലായിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ 1 ഏക്കറിന് 35-40 ചാക്ക് നെല്ല് വിളവ് കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കർഷകർക്ക് 12-15 ചാക്ക് നെല്ല് മാത്രമാണ് ലഭിക്കുന്നത്. പണം വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർ കടം വീട്ടാൻ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാൻ ആവശ്യമായ നടപടികൾ അധികാരികൾ ഉടൻ സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗവും കർഷകനുമായ മുരളി തോയക്കാവ് ആവശ്യപ്പെട്ടു. കർഷകരെല്ലാം വളരെ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം 30-33 ചാക്ക് 1 ഏക്കറയ്ക്ക് ലഭിച്ച സ്ഥലത്ത് ഇപ്രാവശ്യം ഒരു 10-12 ചാക്ക് നെല്ലാണ് ലഭിച്ചിട്ടുള്ളത്. ഉപ്പ് കയറിയത് മൂലവും കൃഷിക്ക് ഏറ്റ കീടങ്ങളുടെ ആക്രമണം മൂലമാണ് എന്നാണ് കൃഷി ഓഫീസറുടെ വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. എന്നാലും കർഷകർക്ക് നേരിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര സഹായം വേണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കോൾപ്പടവ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് വെങ്കടങ്ങ് കൃഷി ഓഫീസർ ജേക്കബ് ഷീമോൻ പടവിലെത്തി. വിളവെടുപ്പിന് 2 ആഴ്ച മുൻപ് നെൽച്ചെടികൾക്ക് ബാധിച്ച ബാക്ടീരിയൽ ലീഫ് ബ്ലാസ്റ്റാണ് കൃഷിനാശത്തിന് കാരണമെന്ന് അനുമാനിക്കുന്നതായി കൃഷി ഓഫീസർ പരിശോധനകൾക്ക് ശേഷം വ്യക്തമാക്കി. വിളവെടുപ്പ് പകുതിയിലേറെ കഴിഞ്ഞിരിക്കെ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള കൃഷിശാസ്ത്രജ്ഞർ അടിയന്തരമായി കോൾപ്പടവിലെത്തി സ്ഥിതി വിലയിരുത്തുകയും കർഷകർക്ക് കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം ലഭിക്കുവാൻ നടപടിയുണ്ടാകണമെന്നും
പടവ് കമ്മിറ്റി സെക്രട്ടറി കെ പി ജോസഫ് ആവശ്യപ്പെട്ടു. എനമാവ് ഫീസ് കനാലിനോട് ചേർന്ന് കിടക്കുന്ന ഈ പടവിലേക്ക് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറിയതാണോ വിളവിനെ ബാധിച്ചതെന്ന് കർഷകർ സംശയിക്കുന്നു. നെൽകൃഷിയെ ദോഷകരമായി ബാധിക്കുന്ന ഉപ്പുവെള്ള ഭീഷണിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതും തുടർച്ചയായി വിവിധ രോഗങ്ങൾ മൂലം കൃഷിനാശം സംഭവിക്കുന്നതും ഭൂരിഭാഗം കർഷകരെയും നിരാശയിലാക്കിയിട്ടുണ്ട്. TCV പാവറട്ടി. രണ്ടുപേരിൽ നിന്നായി 105 ഗ്രാം MDMA ചാവക്കാട് എക്സൈസ് പിടികൂടി. തളിക്കുളം തമ്പാൻകടവ് സ്വദേശി ആഷിഫ്, ബാലുശ്ശേരി സ്വദേശി അമർ ജിഹാദ് എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കുകളും പിടികൂടി. എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്. ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയുമായി 2 കേസുകളിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. പാലിയേക്കര ടോൾ കരാർ കമ്പനിയെ കരാറിൽ നിന്നും പുറത്താക്കുവാനുള്ള NHAI നടപടിക്കെതിരെ സംസ്ഥാന സർക്കാരിനെ ആർബിട്രേഷൻ ട്രിബ്യൂണൽ സ്വമേധയാ കക്ഷി ചേർത്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച സർക്കാരിന്റെ നടപടി വിചിത്രവും ദുരൂഹവുമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. നിരന്തരമായ ക്രമക്കേടും ലംഘനവും നടത്തിയതിനെതിരെ വർഷങ്ങളായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് NHAI നടപടി സ്വീകരിച്ചത്. കേസിൽ സംസ്ഥാന സർക്കാർ കക്ഷി ചേർന്ന് കമ്പനിയെ പുറത്താക്കുവാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കെ കക്ഷി ചേർക്കപ്പെട്ടതിനെതിരെ സർക്കാർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് എന്തിനെന്ന് പൊതുമരാമത്ത് മന്ത്രി വ്യക്തമാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കരാറിലുള്ള കക്ഷികൾക്ക് മാത്രമാണ് ട്രിബ്യൂണലിൽ കക്ഷിയാകുവാനുള്ള സാധിക്കെ എന്നിരിക്കെ കേസിൽ കക്ഷി ചേർന്ന് കമ്പനിയെ പുറത്താക്കുവാനുള്ള അവസരം ഉപയോഗിക്കാതെ കമ്പനിയെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സാർവദേശീയ സാഹിത്യോത്സവ വേദിയെ സജീവമാക്കി സ്ത്രീ സംവരണ ക്യാമ്പയിൻ. തുല്യ പ്രാതിനിധ്യ ക്യാമ്പയിനോട് ഐക്യദാർഢ്യപ്പെട്ട് സാംസ്കാരിക നഗരിയും. ചൂടേറിയ ചർച്ചകളും സംവാദങ്ങളും അരങ്ങ് തകർക്കുന്ന സാംസ്കാരിക നഗരിയിലെ സാർവദേശീയ സാഹിത്യോത്സവ വേദിയിലാണ് ശ്രദ്ധേയമായ ഒരു സ്ത്രീപക്ഷ ക്യാമ്പയിനും നടക്കുന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ സംവരണ നിയമം നടപ്പിലാക്കണമെന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ആവശ്യം. 33% സ്ത്രീ സംവരണം എന്ന നിയമം കേന്ദ്രം പാർലമെന്റിൽ പാസാക്കിയെങ്കിലും ഇത് നടപ്പിലാകാൻ ഇനിയും സമയമെടുക്കും. ഈ സാഹചര്യത്തിലാണ് കേവലം 33% എന്നതിനുമപ്പുറം തുല്യ പ്രാതിനിധ്യം എന്ന അവകാശവാദവുമായി തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം കേരളം എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ ആരംഭിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ വനിതാ സംവരണ ബില്ല് നിയമമായി. പക്ഷേ അതിൽ 2 ക്ലോസ് വെച്ചിട്ടുണ്ട്. ഒന്ന് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കണം, മറ്റൊന്ന് മണ്ഡല പുനർനിർണ്ണയം നടക്കണം. അതിനുശേഷമേ നിയമം പ്രാബല്യത്തിലാകൂ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെയോ മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെയോ ആവശ്യം സ്ത്രീകൾക്ക് 33% സീറ്റ് കൊടുക്കുന്നതിന് ആവശ്യമില്ല. അധികാര സ്ഥാനങ്ങൾ കൈവിട്ടു കൊടുക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറല്ലാത്തതുകൊണ്ട് നിയമം വരട്ടെ എന്നവർ ഒഴിഞ്ഞു മാറുന്നതാണ്. 33% സീറ്റിലെങ്കിലും സ്ത്രീകളെ മത്സരിപ്പിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അതിന് തയ്യാറാവുക. കോളേജ് വിദ്യാർത്ഥിനികളടക്കം അണിനിരന്നാണ് സ്ത്രീ സംവരണത്തിനായി 1 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിക്കുന്നത്. പാർലമെന്റിലടക്കം സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം പോയിട്ട് 33% പോലും ഇതില്ല. 33% എങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പയിൻ. ഭാവിയിലേക്കുള്ളതെന്ന് ഉദ്ദേശിച്ചത് 50% തുല്യ പ്രാതിനിധ്യം വേണം. ഇത്തരം ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തും. അവർ ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തവർ ഒരു നിമിഷമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുമല്ലോ, ഒരു ബോധവാന്മാരാവുമല്ലോ. ഇപ്പോൾ നമ്മളടക്കം യുവതലമുറ അടക്കമുള്ളവർ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കാനല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ബോധവടാവില്ല. അപ്പോൾ ഇത്തരം ക്യാമ്പയിൻ ഉള്ളപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ച് തന്നെ അതൊരു മാറ്റത്തിന് കാരണമാവുമല്ലോ. മികച്ച പിന്തുണയാണ് പൊതുസമൂഹവും ഇവർക്ക് നൽകുന്നത്. സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല, എല്ലായിടത്തും പുരുഷന്മാരാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒപ്പിട്ടു. ഇപ്പോൾ സ്ത്രീകൾ വരാണെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് പറയുമല്ലോ. അപ്പം അങ്ങനെ അത് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം സ്ത്രീകളെ സംവരണം എന്തായാലും വേണം. മുഖ്യമന്ത്രി സ്ത്രീ ആവണം. അതിന് തന്നെ ഏറ്റവും വലിയ കാര്യം അത്. സ്ത്രീകൾ ഏറ്റവും മുൻനിരയിലേക്ക് വരേണ്ട ടൈമായി കഴിഞ്ഞു, ടൈം അതിക്രമിച്ച് കഴിഞ്ഞു. എന്തായാലും അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അത് തക്കതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോയാൽ അത്രയും നല്ലത്. ഇപ്പോൾ ഓൾമോസ്റ്റ് മന്ത്രിമാരുള്ളത് മെയിൽസ് ആണ്. ഫീമെയിൽസ് വന്നാൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുമെന്ന് വിചാരിക്കാം. സ്ത്രീകൾ ആദ്യം ഇറങ്ങണം. അതിപ്പോൾ സ്ത്രീകൾ വീട്ടിലിരുന്നുകൊണ്ടായില്ലല്ലോ. അവർ കുറച്ചും കൂടെ ഇറങ്ങി വരാണെന്നുണ്ടെങ്കിൽ, മാറ്റങ്ങൾ വരാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആവും. നാനാ മേഖലയിലുള്ളവരുടെ ഒപ്പുകൾ ശേഖരിച്ച് പെൺ മെമ്മോറിയൽ എന്ന നിലയിൽ ഫെബ്രുവരി 17-ന് ഇടത് വലത് മുന്നണി കൺവീനർമാർക്ക് കൈമാറും. അതോടൊപ്പം തന്നെ AKG സെന്റർ മുതൽ ഇന്ദിരാഭവൻ വരെയുള്ള തെരുവിൽ വോട്ടവകാശ സമര ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒപ്പ് ശേഖരിച്ചവർ റോളാക്കി അവിടെ നിരത്തുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു പെൺ മെമ്മോറിയൽ അവിടെ സമർപ്പിക്കുകയാണ്. നിയമനിർമ്മാണ സഭകളിൽ തുല്യ പ്രാതിനിധ്യം എന്നത് സ്ത്രീകളുടെ അവകാശമാണ്, മറിച്ച് ഔദാര്യമല്ല എന്ന് അടിവരയിടുകയാണ് ക്യാമ്പയിനിലൂടെ ഈ കൂട്ടായ്മ. TCV തൃശൂർ.
ഭരണഘടനയെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നതെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. തൃശൂരിൽ നടക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിൽ ഭരണവും ഭരണഘടനയും എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അത് നടപ്പിലാകുന്നു എന്ന് പരിശോധിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾക്കുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമി അങ്കണത്തിലെ പ്രകൃതി വേദിയിൽ നടന്ന ചർച്ചയിൽ പ്രൊഫസർ ഇ രാജൻ, രശ്മിത രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സാഹിത്യോത്സവത്തിന്റെ 4ാം ദിവസമായ ബുധനാഴ്ച പാനൽ ചർച്ചകൾ, സംഭാഷണങ്ങൾ, സംവാദങ്ങൾ എന്നിവ കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. യുവാക്കൾ അടക്കമുള്ളവരുടെ സജീവ സാന്നിധ്യവും ജനപങ്കാളിത്തം കൊണ്ടും സാർവദേശീയ സാഹിത്യോത്സവം ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സാഹിത്യോത്സവം ശനിയാഴ്ച സമാപിക്കും. കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിന് അഖിലേന്ത്യാ തലത്തിൽ അംഗീകാരം. ഫലവർഗ വിളകൾക്കുള്ള അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പദ്ധതിയിൽ കഴിഞ്ഞ വർഷത്തെ മികച്ച ഗവേഷണ വിജ്ഞാന വ്യാപന പ്രവർത്തനത്തിനാണ് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിന് അഖിലേന്ത്യാ തലത്തിൽ 2ാം സ്ഥാനം ലഭിച്ചത്. ഗുജറാത്തിലെ നവസാരി കാർഷിക സർവകലാശാലയിൽ നടന്ന ഗ്രൂപ്പ് ഡിസ്കഷനിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ എസ്.കെ. സിംഗ്, വാഴ ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ വിമി ലൂയിസ്, ഡോക്ടർ ഗവാസ് രാഗേഷ് എന്നിവർക്ക് കൈമാറി. അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിലെ തൊഴിലാളികൾ. അധികൃതരുടെ അവഗണന നേരിടുന്ന കേന്ദ്രത്തിലെ 17 വനിതകളാണ് ദുരിതം പേറി തൊഴിൽ ചെയ്യുന്നത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള വെള്ളറക്കാട് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രം കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. 1953-ൽ KS നാരായണൻ നമ്പൂതിരി MLA ആണ് വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചത്. കുറച്ചുകാലം പ്രവർത്തിച്ച കേന്ദ്രം പിന്നീട് അടച്ചുപൂട്ടി. 2007-ലാണ് വീണ്ടും ഖാദി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് നാശോന്മുഖമായ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. നിലങ്ങൾ നന്നാക്കി തരണം. ആകെ പൊട്ടി പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ലൈറ്റും ഫാനും ഒക്കെ ചൂടെടുത്തിട്ട് ഇരിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ പറ്റണില്ല. പിന്നെ അടിച്ചു വരായാലും ആകെ മൊത്തം പൊടി തന്നെയാണ്. എല്ലാവർക്കും പൊടിയുടെ അലർജിയും പ്രശ്നങ്ങളും കാര്യമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ സീലിങ്ങിൻ്റെ എന്തായാലും വേണ്ടി വരും, സീലിംഗ് വേണ്ടി വരും. കെട്ടിടത്തിന്റെ നിലം പൊട്ടിപ്പൊളിഞ്ഞ് മണ്ണ് പൊന്തിക്കിടക്കുന്നു. മേൽക്കൂരയുടെ ഷീറ്റുകൾ തകർന്ന് നിലം പൊത്താറായ അവസ്ഥയിലാണ്. അസഹ്യമായ ചൂടാണ് കേന്ദ്രത്തിനകത്ത് അനുഭവപ്പെടുന്നത്. ചുറ്റുമതിലില്ലാത്തതിനാൽ കേന്ദ്രം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. കിണർ മലിനപ്പെട്ട് കിടക്കുന്നതിനാൽ കുടിവെള്ളത്തിനും പ്രയാസം നേരിടുന്നുണ്ട്. വേനലിൽ കിണർ വറ്റി വരളുന്നതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം വറ്റാനായി തുടങ്ങി. കുടിക്കാനും വെള്ളം കിട്ടാറില്ല. അടുത്തൊരു ഇതിന്നാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നിരുന്നത്. അവരിപ്പോൾ ഗേറ്റ് അടക്കം പൂട്ടിയ കാരണം വെള്ളത്തിനും നല്ല ബുദ്ധിമുട്ടായി. ബാത്റൂമിൽ പോകാനടക്കം ഞങ്ങൾക്കിപ്പോൾ ഇനി കുറച്ച് വെള്ളം ഈ അടിയിൽ കിടക്കണം മാത്രമുള്ള കിണറ്റില്ല. അതും ഇപ്പോൾ അതാന്ന് പറയുമ്പോഴേക്കും കഴിയും. പിന്നെ ഇവിടെ ഭയങ്കര ശല്യമാണ്. കാരണം ചുറ്റും അതിലെന്തായാലും വേണം. ഞങ്ങളിങ്ങോട്ട് കയറണമെങ്കിൽ ബീറിൻ്റെ കുപ്പിയും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ ഇട്ടിട്ട് അതൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ. നല്ല ശല്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. കൈത്തറികളും നൂൽപ്പ് യന്ത്രങ്ങളും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. തകരാറിലായ പല യന്ത്രങ്ങളും ആയാസകരമായാണ് തൊഴിലാളികൾ കൈകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. മെഷീൻ്റെ സാധനങ്ങളാണെന്ന് വെച്ചെങ്കിൽ ഒക്കെ നാശമായിട്ടായിരിക്കും. പാർട്സൽ കിട്ടാനില്ല എന്നാണ് പറയണത്. പുതിയ മെഷീനിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ശരിയായിട്ടില്ല. മെഷീൻ തിരിക്കാൻ നല്ല ഭാരം കാരണം ഞങ്ങൾക്ക് നൂല് കിട്ടുന്നതന്നെ ഇല്ല. കുടുംബം പുലർത്താൻ തുച്ഛമായ വേതനത്തിലാണ് ഈ വീട്ടമ്മമാർ ഇവിടെ തൊഴിൽ ചെയ്യുന്നത്. നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും തയ്യാറാകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. TCV എരുമപ്പെട്ടി. മോതിരക്കണ്ണിയിൽ കനാലിൽ വീണ് യുവാവ് മരിച്ചു. മോതിരക്കണ്ണി പുന്നയ്ക്കക്കുടി 42 വയസ്സുള്ള ശ്രീനിവാസാണ് മരിച്ചത്. തുമ്പൂർമുടി ജലസേചന പദ്ധതിയുടെ പ്രധാന കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുന്നുകുളം ചൊവ്വന്നൂരിൽ അമിത വേഗതയിലെത്തിയ കാറടിച്ച് ബൈക്ക് യാത്രികനായി യുവാവ് മരിച്ചു. വരവൂർ സ്വദേശി 24 വയസ്സുള്ള ഷാഹുലാണ് മരിച്ചത്. കുന്നുകുളം ഭാഗത്തു നിന്നും എരുമപ്പെട്ടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കിൽ എതിർദിശയിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ഷാഹുലിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ ഷാഹുലിനെ കുന്നുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിന് ശേഷം കാർ നിർത്താതെ ഓടിച്ചുപോയെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതിനാൽ കാർ റോഡരികിൽ ഉപേക്ഷിച്ച് കാറിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു.
കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാണിജ്യം. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന മേഖലയിൽ 42 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് ലോണിന്റെ രണ്ടാമത് ബ്രാഞ്ച് തൃശൂർ ഈസ്റ്റേൺ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. ആദം ബസാറിന് സമീപം ചെമ്പൂക്കാവ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ച ഐശ്വര്യ ഗോൾഡ് ലോണിന്റെ ഉദ്ഘാടനം പ്രൊപ്പറേറ്റർ AR അശ്വിൻ നിർവഹിച്ചു. അക്ഷയശ്രീ നിധി കമ്പനി ചെയർമാൻ KA ബാലു, മാനേജിംഗ് ഡയറക്ടർ വേണുഗോപാൽ വെങ്ങാശ്ശേരി, ഡയറക്ടർമാരായ EP സദാനന്ദൻ, CV സുരേഷ്, കബീർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ബിസിനസ് ഗോൾഡ് ലോണിന് ഗ്രാമിന് 5500 രൂപ വരെയും ഗോൾഡ് ലോൺ സ്പെഷ്യൽ സ്കീം പ്രകാരം ഗ്രാമിന് 5200 രൂപ വരെയും വ്യക്തികൾക്ക് ഗ്രാമിന് 5000 രൂപ വരെയും മിതമായ പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ഇവിടെ ലഭ്യമാണ്. വൈറ്റ് ഗോൾഡ്, വജ്രം, പ്ലാറ്റിനം എന്നിവയുടെ ഈടിന്മേലും വായ്പകൾ ലഭ്യമാണ്. കൂടാതെ ബാങ്കുകളിലോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെച്ചിട്ടുള്ള സ്വർണം കുറഞ്ഞ പലിശയിൽ കൂടുതൽ മൂല്യത്തോടെ മാറ്റിവെക്കാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9037797289 9846377289. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ പി ബാലചന്ദ്രൻ MLAക്കെതിരെ അച്ചടക്ക നടപടിയുമായി CPI. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ MLAയെ പരസ്യമായി ശാസിക്കാൻ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം. തൃശൂർ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറിക്കെതിരെ മുഖ്യമന്ത്രിക്ക് മേയറുടെ പരാതി. സെക്രട്ടറിക്കെതിരെ അച്ചടക്ക ലംഘനത്തിന് നടപടിയെടുക്കണമെന്ന് മേയർ. വിയൂരിൽ തർക്കത്തിനിടയിൽ കല്ലുകൊണ്ട് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഏഴാറ്റുമുഖം 9ാം ബ്ലോക്കിൽ സെപ്റ്റി ടാങ്കിൽ വീണ ആനക്കുട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി. 3 മാസം പ്രായമുള്ള ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കന് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പുന്നൂർ എടക്കര സ്വദേശി കുഞ്ഞു മുഹമ്മദിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEBL നയത്തിൽ പ്രതിഷേധിച്ച് COA കരിദിനം ആചരിച്ചു. കരിദിനാചരണത്തിന്റെ ഭാഗമായി KSEB ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.